വാങ്ങിച്ചിട്ട് 4 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഈ കളിപ്പാട്ടം അവൾക്കും മടുത്തു. ഇതൊക്കെ ഓരോന്ന് പറയുമ്പോ വാങ്ങിക്കൊടുത്തിട്ടാണ്. സിറ്റൗട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന 3ാമത്തെ കൊച്ചു കളിപ്പാട്ടം മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത് കണ്ട് ദേഷ്യം വന്നതുകൊണ്ട് മനു പറഞ്ഞതൽപ്പം ഉച്ചത്തിലായിപ്പോയി. എന്താ മനുവേട്ടാ, എന്തിനാ ദേഷ്യപ്പെടുന്നേ എന്നും വിളിച്ചു ചോദിച്ചുകൊണ്ട് കാര്യം എന്താണെന്നറിയാതെ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരുന്ന അവന്റെ ഭാര്യ ചട്ടുകവും പിടിച്ചുകൊണ്ടാണ് ഉമ്മറത്തേക്ക് വന്നത്. എന്റെ ശ്യാമേ, ഇത് കണ്ടില്ലേ, വാങ്ങിച്ചിട്ട് 4 ദിവസമല്ലേ ആയുള്ളൂ. ഈ കളിപ്പാട്ടം അവളത് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞേക്കുന്നു. പിന്നെ ദേഷ്യം വരാതിരിക്കുമോ? കൊച്ചു വലിച്ചെറിഞ്ഞ കളിപ്പാട്ടം മുറ്റത്തു നിന്നും എടുത്ത് സിറ്റൗട്ടിലേക്ക് കൊണ്ടുവച്ച് അവൻ പറഞ്ഞു, ഹോ, ഇതാണോ കാര്യം? അവളുടെ അച്ഛനായ നിങ്ങളും ഇതൊക്കെ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കൊച്ചിനും ആ സ്വഭാവം ഉണ്ടാകും. അലസമായ മട്ടിലാണ് അവൾ പറഞ്ഞതെങ്കിലും അതിലെന്തോ കുത്തി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിക്കുമാറൊരു നോട്ടവും നോക്കി അവൾ അടുക്കളയിലേക്ക് പോകാൻ തിരിഞ്ഞു. പിന്നെ എനിക്ക് കളിപ്പാട്ടം വലിച്ചെറിയലാണല്ലോ പണി. അവളുടെ മറുപടി കേട്ട് മനുവിന് ദേഷ്യം ഒന്നുകൂടെ കൂടി. കളിപ്പാട്ടത്തേക്കാൾ വിലപിടിപ്പുള്ളതും വലിച്ചെറിയുവാണല്ലോ എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടന്നിരുന്ന താലിമാലയിൽ വിരൽ കോർത്തുകൊണ്ട് അവനെ തറപ്പിച്ചൊന്ന് നോക്കി. ആ ദോശ ഇപ്പോ കരിഞ്ഞു പോയി കാണും എന്ന് പറഞ്ഞവൾ അടുക്കളയിലേക്ക് പോയി. അവളുടെ നോട്ടത്തിലും പറച്ചിലും എന്തോ നിഗൂഢതയുണ്ടല്ലോ എന്നും ചിന്തിച്ചു കുറച്ചു നേരം കുഞ്ഞിനെ തന്നെ നോക്കിക്കൊണ്ട് മുറ്റത്ത് നിന്ന ശേഷം അവൻ സിറ്റൗട്ടിലേക്ക് കയറി കൊച്ചിനെയും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അവൻ ചെല്ലുമ്പോൾ അവൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ കാലൊച്ച കേട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ തന്റെ പണി തുടർന്നു. എന്റെ ശ്യാമേ, നീ കാര്യം എന്തേലും ഉണ്ടേ തെളിച്ചു പറ. ഇങ്ങനെ ഉള്ളി വെച്ചുകൊണ്ട് സംസാരിച്ചാ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? അവളുടെ മൗനത്തിൽ അസഹ്യനായി അല്പം ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. അവൾ ദോശ ചുട്ടത് മൂടി വെച്ച ശേഷം ചട്നി ഉണ്ടാക്കാനായി ഫ്രിഡ്ജ് തുറന്ന് ഒരു മുറി തേങ്ങയെടുത്തു. നിന്നോടാ ചോദിച്ചത്, അതിന് മറുപടി പറഞ്ഞിട്ട് മതി നിന്റെ പണി. തേങ്ങയെടുത്തുകൊണ്ട് തിരിഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. അവന്റെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി. അതിലൊരു തെല്ല് പോലും ഭയമില്ലാതെ അവൾ അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നു. മനുവേട്ടന് എന്റെ ശരീരം മടുത്തു തുടങ്ങിയോ? അവന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് അപ്രതീക്ഷിതമായി കനപ്പിച്ചുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ഒന്ന് പതറി. അവൻ അവളുടെ കയ്യിൽ നിന്നുള്ള പിടുത്തം വിട്ടു. ഒരു നിമിഷത്തേക്ക് അവൻ മൂകമായി പോയി. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ വേറെ വല്ല പെണ്ണുങ്ങളുടെയും കൂടെ പോയോ? ആ ചോദ്യത്തിൽ അവന്റെ സ്വരം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. പക്ഷേ അതൊന്നും അവളിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടാക്കിയില്ല. 3ാമത്തെ കുഞ്ഞൂടെ ഉണ്ടായ ശേഷം നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കൽ മനുവേട്ടൻ്റെ വികാരം ശമിപ്പിക്കാനുള്ള ഒരു ചടങ്ങ് പോലെ ബെഡ്റൂമിലെ ഇരുട്ടിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ മാത്രമായി. അവക്കിപ്പോ 2 വയസ്സ് കഴിഞ്ഞു. പറഞ്ഞു മുഴുവിപ്പിക്കാനാവാതെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്ന് കിതച്ചു. ശ്യാമേ, അതൊരു വിളിയല്ല, അവനിൽ നിന്ന് ഒരലർച്ചയാണ് ഉണ്ടായത്. മനുവേട്ടൻ ഒച്ചയെടുക്കണ്ട, കൊച്ചു കരയും. അവന്റെ കയ്യിലിരുന്ന കൊച്ചിനെ നോക്കിക്കൊണ്ട് അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പിന്നെ നിന്റെ ഇമ്മാതിരി വർത്താനം കേട്ടാ ദേഷ്യം വരില്ലേ? ഉള്ളിലുള്ള ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അവൻ കുഞ്ഞിനെ തോളിലേക്ക് ചായച്ചു കിടത്തിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അവൾ ആലോചിച്ചു. ഏട്ടന്റെ മൊബൈലിലുള്ള 2-3 വീഡിയോ ഞാൻ കണ്ടു. തെളിച്ചു പറഞ്ഞാൽ ബ്ലൂ ഫിലിം. അത്രയും പറഞ്ഞ ശേഷം അവളൊന്ന് നിർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ ദേഷ്യം മാറി വേറെന്തൊക്കെയോ ഭാവം മാറി മറിയുന്നു. അവൾ തുടർന്നു. ആ വീഡിയോയിലുള്ള പെണ്ണുങ്ങൾക്കുള്ള അവയവങ്ങളും ശരീരവുമാണ് എനിക്കുമുള്ളത്. 3 കുഞ്ഞുങ്ങളെ ഗർഭം ധരിച്ച് പ്രസവിച്ച് മുലയൂട്ടി വളർത്തിയപ്പോൾ എൻ്റെ ശരീര ഷേപ്പിന് കുറേ മാറ്റങ്ങൾ വന്നു. അങ്ങനെയുള്ള വീഡിയോകളും കണ്ട് ബെഡ്റൂമിലെ കാട്ടിക്കൂട്ടലുകളിലൂടെ നിങ്ങളുടെ വികാരവും ചമിപ്പിച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? ശ്യാമേ, അവൾ പറഞ്ഞു മുഴുവിപ്പിക്കും മുമ്പേ അവൻ വിളിച്ചു. പക്ഷേ ഇപ്രാവശ്യത്തെ വിളിയിൽ
ദേഷ്യത്തിന്റെ മുരൾച്ച ഉണ്ടായില്ല. പകരം കുറ്റബോധത്തിന്റെ യാചനയായിരുന്നു. ഏട്ടൻ ഓർമ്മയുണ്ടോ, നമ്മുടെ ആദ്യ രാത്രിയിൽ എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് എൻ്റെ വിരലുകളെ തഴുകിക്കൊണ്ട് ഏട്ടൻ പറഞ്ഞത്, പഴകും തോറും വീര്യം കൂടും, വീഞ്ഞുപോൽ ലഹരിയേറുന്നതായിരിക്കും നമ്മുടെ ദാമ്പത്യം എന്ന്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി അതൊക്കെ അന്നത്തെ ആവേശത്തിന് ഏട്ടൻ പറഞ്ഞതാണെന്ന്. പറഞ്ഞു നിർത്തുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൻ എന്തു മറുപടി പറയണമെന്നറിയാതെ വിളറി വെളുത്ത് അതേപടി നിന്നുപോയി. അവൾ കയ്യിലിരുന്ന തേങ്ങ അടുപ്പ് പാതകത്തിൽ വെച്ച ശേഷം സിങ്കിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകി. എടി, അത് പിന്നെ ജോലിയുടെ ടെൻഷനും ജീവിത ചെലവും പിന്നെ നമ്മുടെ മോളുടെ ഭാവിയും ഒക്കെ ആലോചിക്കുമ്പോൾ തലയ്ക്ക് വട്ടുപിടിക്കുന്നു. അവൻ തപ്പിപ്പെറുക്കി എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നതിനെ തടസ്സപ്പെടുത്തി അവൾ തുടർന്നു. എൻ്റെ മനുവേട്ടാ, ഏട്ടൻ പറഞ്ഞ ഈ ടെൻഷനെല്ലാം എനിക്കും ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ബെഡ്റൂമിലേക്ക് ഞാൻ കയറ്റാറില്ല. ഏട്ടൻ അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ദാമ്പത്യം പഴകും തോറും വീര്യമേറുന്ന വീഞ്ഞു പോലെയാണ് എനിക്ക്. നമ്മൾ മാത്രമുള്ള നിമിഷങ്ങളിൽ ആ ലഹരിയിൽ ബാക്കിയെല്ലാം മറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിലും ഏട്ടനിപ്പോൾ നമ്മുടെ ദാമ്പത്യം തണുത്ത ചായ കുടിക്കുന്ന പോലെയുള്ളൂ. ഒറ്റ വലിക്ക് കുടിച്ച് ഗ്ലാസ് മാറ്റി വയ്ക്കുന്ന പോലെയേ ഉള്ളൂ. തുടക്കകാലത്ത് ചായ ചൂടായിരുന്നപ്പോൾ അത് പതിയെ ഊതി ഊതി കുടിച്ചു. കാലം കഴിയും തോറും അതിൻ്റെ ചൂട് കുറഞ്ഞു. ഇപ്പോൾ തണുത്തു. ഇനിയും തണുത്താ കുടിക്കാൻ കൊള്ളാതാവോ? അവൻ അവളെ അത് പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഇടം കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് അവളുടെ നെറുകയിലേക്ക് മുഖം താഴ്ത്തി. ഒരു കൈയിൽ കുഞ്ഞും മറുകൈ കൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. അവന്റെ കണ്ണുനീർ അവളുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ അവൾ മുഖമുയർത്തി അവന്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവന്റെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ മിഴിനീർ തുടച്ചു. നിറഞ്ഞു തുളുമ്പിയ അവളുടെ മിഴിനീർ അവന്റെ മാറിടത്തിൽ തുടച്ചുകൊണ്ട് ഒരു കുറുമ്പ് കലർന്ന ചിരിയോടെ അവനെ നോക്കി. ശ്യാമേ, സോറി. ചായയേക്കാളും ലഹരി പഴകിയ വീഞ്ഞിന് തന്നെയാ. അതുകൊണ്ട് നമുക്കത് മതി. അവളുടെ കണ്ണുകളിലേക്ക് ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വിരിഞ്ഞ സന്തോഷത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന പരിഭവങ്ങളെല്ലാം ഉരുകിയില്ലാതെയായി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.